ഇന്ന് നമുക്ക് പൂ പോലത്തെ നല്ല സോഫ്റ്റായ ഒരു ഓട്ടാട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് 3 കുഞ്ഞിക്കൈയിൽ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് നല്ല ലേശം വെള്ളത്തിൽ നല്ല നൈസായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ അരമുറി തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂണ് ഓയിലും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് വിറകടുപ്പിലാട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പം നമ്മുടെ ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ മാവ് പാരുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കയ്യിൽ മാവ് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് മൂടി വെക്കുകയാണേ. പിന്നെ പറയാമല്ല വേറൊരു കാര്യം, നമ്മളിത് ഓവർ തീയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ അപ്പം അടി കരിഞ്ഞു പോവും. അതുപോലെ തന്നെ തീ പറ്റ കുറഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ സൈഡ് നൂറിച്ച് പോകുന്ന കേട്ടോ എൻ്റെ നാട്ടിൽ പറയാം. അതായത് കേട് വന്ന് പോകും വേവാതെ. എന്നാൽ നമ്മളൊരു മീഡിയം തീയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ അപ്പം അടിപൊളിയായിക്കാണ്ട് കിട്ടും. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തീ കുറയുകയാണെങ്കിൽ അപ്പത്തിൻ്റെ അവസ്ഥ, എൻ്റെ ഫസ്റ്റത്തെ അപ്പാട്ടോ കേട് വന്നത്. തീ കുറഞ്ഞപ്പോൾ ഉള്ള പ്രശ്നമാണ്. പിന്നെ ആദ്യം ചുടണ അപ്പം നന്നാവില്ല, പിന്നെ അങ്ങനെ ചുട്ട് വരുന്ന അപ്പാട്ടോ ശരിയായി വരിക. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.